ഇതുപോലെ ഒരുപാട് പച്ചക്കറി വേസ്റ്റ് കിട്ടുമ്പോൾ അതുകൊണ്ട് കമ്പോസ്റ്റും സ്ലറി ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ. അവിടെ വരുന്ന പച്ചക്കറി വേസ്റ്റും ബാക്കി വന്ന ശർക്കരയും ഒക്കെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതുപോലെ കിട്ടിയപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് അതിനെ സ്ലറി ആക്കാമെന്നാണ് കേട്ടോ എന്ന് വിചാരിക്കുന്നത്. പച്ചക്കറി വേസ്റ്റ് പെട്ടെന്ന് സ്ലറി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ശർക്കരയും കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ആദ്യം കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ശർക്കര ഇതുപോലെ ചുരണ്ടിയത് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ശർക്കരയും കഞ്ഞിവെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല അടിപൊളി സ്ലറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും തോനെ പച്ചക്കറി വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു 2 കിലോ ശർക്കരയുടെ വേസ്റ്റ് നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരയുടെ വേസ്റ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ശർക്കര നമുക്ക് അവിടുത്തെ ബാക്കി വന്ന ശർക്കരയാണ് കിട്ടാറ് കേട്ടോ. അപ്പോൾ നല്ല ശർക്കര ഇടണ്ട, ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വളരെ ക്യാഷ് ചിലവില്ലാണ്ട് കിട്ടുന്ന ശർക്കര വാങ്ങിച്ചാലും മതി. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട് നമ്മളിത് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കെട്ടൊക്കെ അയച്ചിട്ട് നമ്മൾ ഇതിനെടുത്ത് നോക്കിയതിന് ശേഷം ഒരു കമ്പോ അല്ലെങ്കിൽ വല്ല 4 ദിവസം കഴിഞ്ഞതിന് ശേഷം വല്ല കമ്പോ അല്ലെങ്കിൽ വല്ല വടിയോ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കമ്പൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ കമ്പ് എടുക്കാൻ സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ 4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് സ്ലറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മുഴുവനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ കമ്പൊക്കെ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസമായിട്ട് നമ്മൾ നേരത്തെ കെട്ടി വെച്ചത് നമുക്കൊന്നും കൂടി ഒന്ന് അഴിച്ചു നോക്കാം. 10 ദിവസമായപ്പോൾ നന്നായിട്ട് സ്ലറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കമ്പൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണോണ്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് സ്ലറിയായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അടിയിലൊക്കെ ഇപ്പോഴും ആ പച്ചക്കറി വേസ്റ്റ് ഇപ്പോഴും ഉണ്ട്, മേലെ കുറച്ച് സ്ലറിയൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സ്ലറി എടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സ്ലറി എടുക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി വെള്ളത്തിൽ വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പിലാണ് സ്ലറി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്രാവശ്യം നമ്മൾ പച്ചക്കറി തൈകൾക്കെല്ലാം വളം ചെയ്യണത് നമ്മൾ മാവിനാണ്. ഈ മാവ് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊരു തടമൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടാണ് നമ്മൾ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത്.